മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്ന് കേന്ദ്രത്തോട് ആവർത്തിക്കുകയാണ് ഹൈക്കോടതി. ആവർത്തിച്ചാവശ്യപ്പെടുകയാണ്. ജനങ്ങളുടെ ജീവിത സാഹചര്യം നഷ്ടപ്പെട്ട ദുരന്തമാണ് വയനാട്ടിലെന്ന് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളിയ കേരള ബാങ്കിൻ്റെ നടപടിയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവശ്യമുന്നയിച്ചതാണ്. അതൊക്കെ നിരസിക്കുകയാണ്. ഒരു കാര്യങ്ങളും വായ്പയല്ലാതെ ഒരു സഹായമായി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല. അവരെ സംബന്ധിച്ച് 3 വാർഡുകൾ മാത്രം ഒലിച്ചു പോയ ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ കോടതി ഇടപെട്ട് പറയുന്നു. മാത്രമല്ല, ഇതിൽ അടിവരയിടേണ്ടത് കേരള ബാങ്കിൻ്റെ നടപടി മാതൃകാപരമാണെന്ന് കേന്ദ്രത്തോട് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അല്ലേ സാലി? അതായത് ഇന്ന് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കോടതി സ്വമേധയാ എടുത്ത കേസ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി പരിഗണിച്ചു വരികയാണ്, നമുക്കൊക്കെ അറിയുന്നത് പോലെ. ആ ഹർജിയുടെ കീഴിലാണ് ഈ ഇഷ്യൂ, വയനാട് ദുരന്തം പൂർണ്ണമായിട്ട് കോടതി കൈകാര്യം ചെയ്തു വരുന്നത്. അതിൽ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായി, കുറേ തവണകളായി കേസ് വന്നപ്പോഴൊക്കെ പരിഗണിച്ചൊരു വിഷയം ഈ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകളായിരുന്നു. ബാങ്ക് വായ്പകൾ എഴുതി തള്ളേണ്ടത് ബാങ്കുകളാണ്. അതിന് നിർദ്ദേശം കൊടുക്കേണ്ടത് റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരുമാണ്. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ലഭിക്കാത്തതുകൊണ്ട് ദേശസൽകൃത ബാങ്കുകളുടെ ബാങ്ക് വായ്പകളൊന്നും എഴുതി തള്ളിയില്ല. മറിച്ച് കേരള ബാങ്ക്, നമ്മുടെ ഉടമസ്ഥതയുള്ള കേരള ബാങ്ക് ആ ബാങ്ക് വായ്പകൾ എഴുതി തള്ളി മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും ഈ ഹർജി വരുമ്പോഴൊക്കെയും സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു, ഈ ദുരന്തബാധിതർക്ക് ഇനി പണം അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യമല്ല, അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്ന നിലയ്ക്ക് ഈ വായ്പകളൊക്കെ എഴുതി തള്ളുക തന്നെ വേണം എന്നതായിരുന്നു സ്റ്റേറ്റിൻ്റെ തീരുമാനം. മാത്രമല്ല, അക്കാര്യത്തിൽ ബാങ്കിങ് അവലോകന സമിതി യോഗം SLBC മീറ്റിംഗ് നടന്നപ്പോഴൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം ആ ആവശ്യം അവിടെയും ഉന്നയിച്ചു. ആ ആവശ്യം SLBC മീറ്റിംഗ് അജണ്ടയായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ ഈ കഴിഞ്ഞ തവണ കുറേ തവണ കേസ് പരിഗണിച്ചപ്പോഴൊന്നും ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അവസാനം ഇതിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് പറഞ്ഞതിനെ തുടർന്ന് ഇന്ന് നിലപാട് അറിയിച്ചു. ആ നിലപാടെന്ന് പറയുന്നത് നിരാശാജനകമായ നിലപാടായിരുന്നു. ബാങ്ക് വായ്പ എഴുതി തള്ളാനാവില്ല എന്നുള്ളതാണ്. അതിന് കുറേ കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ നോംസ് ബാങ്ക് വായ്പകൾ എഴുതി തള്ളുന്നതിന് വിരുദ്ധമാണ്. റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാങ്ക് വായ്പ എഴുതി തള്ളാനാവില്ല. മാത്രമല്ല, ബാങ്ക് വായ്പ എഴുതിത്തള്ളതിന് പകരം ബാങ്ക് വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാം എന്നത് മാത്രമാണ് ഒരു ആനുകൂല്യം എന്ന നിലയ്ക്ക് അവർ പറയുന്നത്. മാത്രമല്ല, അതിന് ഉദാഹരണം പറഞ്ഞത് കോവിഡ് കാലത്തൊക്കെ പോലും മൊറട്ടോറിയമായിരുന്നു, വായ്പകൾ എഴുതി തള്ളിയ നടപടി സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും പറ്റില്ല എന്നുള്ളതായിരുന്നു. ആ വാദമാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ ഗൗരവത്തിലെടുത്തു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റില്ല, ആ മനുഷ്യരെ സഹായിച്ചേ പറ്റൂ, എഴുതി തള്ളണം എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. നിങ്ങൾ കോവിഡുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. ഇത് കുറേ മനുഷ്യരുടെ ജീവനവും ജീവിതോപാധികളും എല്ലാം നഷ്ടപ്പെട്ട ഒരു കേസാണ്. അവരെ ഇനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ റിസ്ക്കാണ്. ആ ടാസ്ക് ഏറ്റെടുക്കുകയാണ് നമ്മുടെ സമൂഹം. അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചെയ്യാവുന്ന സഹായം ചെയ്യാൻ കഴിയാത്തത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമായിരുന്നു. മാത്രമല്ല, കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ എഴുതി തള്ളണം എന്നും പറഞ്ഞ് ഒരു ഇൻ്ററിം ഓർഡർ, ഇടക്കാല ഉത്തരവ് കോടതി ഇടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഉത്തരവിട്ടാൽ അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, കോടതി പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കാം എന്നൊരു ലൈനിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും എത്തി നിൽക്കുന്നത് എന്നുള്ള നിരാശാജനകമായ ഒരു സാഹചര്യം ഇന്ന് കോടതിയിലുണ്ട്. ഏതായാലും കോടതി പറഞ്ഞിരിക്കുന്നത് എഴുതി തള്ളണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അനുകൂലമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്നേ പറയാൻ കഴിയൂ. മറ്റൊരു സംഭവവികാസം ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്, ഇന്നലെ ഈ കേസ് കോടതിയിലെത്തിയിരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ വിചിത്രമായൊരു വാദം പറഞ്ഞു. മാത്രമല്ല, അത് വസ്തുതാവിരുദ്ധവുമായിരുന്നു. കേന്ദ്ര സർക്കാർ ബാങ്ക് വായ്പ എഴുതി തള്ളണ്ട എന്ന് തീരുമാനിച്ചത് കേരള മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത SLBC മീറ്റിങ്ങിൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ന അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ കാര്യം കോടതി പറഞ്ഞു. അപ്പോൾ തന്നെയാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു, അത് വസ്തുതാവിരുദ്ധമാണ്, ഇതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കാമെന്ന്. ഇന്ന് സർക്കാരിൻ്റെ GP എത്തിയിട്ട് ഈ രേഖ കൊടുത്തു. അതായത് 2 തവണ, കഴിഞ്ഞ വർഷം 2024 2 തവണയായി ചേർന്ന SLBC മീറ്റിങ്ങിൻ്റെ 2ൻ്റെയും മിനിറ്റ്സ് കോടതിയിൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു,
ഇതിൽ എഴുതിയിട്ടുണ്ട് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നിലപാട് എന്ന കാര്യം. അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ബാങ്ക് വായ്പകൾ എഴുതി തള്ളണം, മൊറട്ടോറിയം അല്ല പോം വഴി. മുഖ്യമന്ത്രി അത് ഉന്നയിച്ചു. അതിൽ പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥരും അത് ബാങ്കിങ് മേധാവികളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവായി ഹാജരാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതേ ആവശ്യം തന്നെയാണല്ലോ ഉന്നയിച്ചത്, എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറഞ്ഞത് എന്നൊരു ചോദ്യം ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ന് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ചൂണ്ടിക്കാട്ടി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേരള ബാങ്ക് കാണിച്ച മാതൃക അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. കേരള ബാങ്ക് ഈ വായ്പ എഴുതി തള്ളിയിട്ടുണ്ടല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എങ്കിലും ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് പൊതുവിൽ കേന്ദ്ര സർക്കാരിനില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാദം കേട്ടാലും മനസ്സിലാവുക. ഏതായാലും അതിലൊരു തീർപ്പ് കോടതി കൽപ്പിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കോടതി ഇന്ന് വാക്കാലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അല്പസമയത്തിന് ഒരു പക്ഷേ അതൊരു ഓർഡറായി വന്നേക്കാം. ആ ഓർഡറിൽ എന്താണ് പറയുക എന്നുള്ളതാണ് പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഓർഡറിൽ കേരള ഹൈക്കോടതി അത് പറഞ്ഞാലും അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ എത്രമാത്രം താല്പര്യം കാണിക്കും, അതിനെതിരെ അപ്പീൽ പോകുമോ, അതിനുള്ളൊക്കെ ഒരു സാധ്യത സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആദ്യം ഓർഡർ വരട്ടെ, അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. കാരണം ഈ പാവങ്ങൾ മണ്ണടക്കം കുടുംബം അടക്കം ഒലിച്ചുപോയ ഈ പാവങ്ങളുടെ ബാങ്ക് വായ്പകൾ എഴുതി തള്ളാനേ ഉള്ളൂ കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനും ഒക്കെ പ്രയാസം. പക്ഷേ വമ്പന്മാരുടെ വായ്പകൾ എഴുതി തള്ളാൻ ഒരു മടിയുമില്ല, അത് തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ ത്യാഗം സഹിച്ചാണ് ആ സമയത്ത് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചത്. ഇത് നേരിട്ട് കാണാൻ പ്രധാനമന്ത്രി ഇവിടെ എത്തി ഒരു ഫോട്ടോ സെഷൻ കഴിഞ്ഞ് പോയി എന്നുള്ളതല്ലാതെ ആ ക്രമീകരണങ്ങളുടെ ഗുണം പോലും നമുക്ക് നാടിന് ലഭിച്ചില്ലല്ലോ സാലി. അത് ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണെന്ന് നമ്മൾ പലതവണ അനുഭവിച്ചറിഞ്ഞവരാണ്. കേരള ഹൈക്കോടതി ഒരു സുവമോട്ടോ കേസെടുത്ത് സ്വമേധയാ ഒരു കേസെടുത്ത് ഇതിൽ ദൈനംദിനം ഇടപെടാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഒരു അല്പമെങ്കിലും ആശ്വാസം നമുക്ക് കിട്ടിയത്. നമുക്കറിയാം 552 രൂപ വായ്പയായിട്ട് തന്ന തുക മാർച്ച് 31 മുമ്പ് പൂർത്തിയാക്കണം, നിർമ്മാണം പൂർത്തിയാക്കി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് വരെ കേന്ദ്ര സർക്കാർ എത്തിയിരുന്നു. പക്ഷേ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരാണ് അക്കാര്യത്തിൽ നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് പറയുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നത്. അവസാനം ഡിസംബർ 31 വരെ നീട്ടി നൽകാമെന്ന് പറയേണ്ടി വന്നതും അതുകൊണ്ടാണ്. അപ്പം കോടതിയിലാണ് ഇപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. നമ്മൾ സർക്കാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രീയവും രാഷ്ട്രീയതരവുമായ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് ആവശ്യപ്പെട്ടൊരു കേസാണിത്. പക്ഷേ അക്കാര്യത്തിൽ നിന്ന് ഒരു അനുകൂല നിലപാടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സാഹചര്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ബാങ്ക് വായ്പകളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.